जनगणमन अधिनायक जय രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കിടെ കോഴിക്കോട് കോർപ്പറേഷൻ ആസ്ഥാനത്ത് അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ മാത്രമായിരുന്നില്ല, മറിച്ച് ഭരണഘടനയോടും ദേശീയപ്രതീകങ്ങളോടും കാണിച്ച സമാനതകളില്ലാത്ത അപമാനമാണ്. ഒരു വശത്ത് ഭാരതത്തിന്റെ മാതൃബന്ധനമായ വന്ദേ മാതരം മുഴങ്ങിയപ്പോൾ അതിനെ തടയാൻ ഒരേ സമയം മറുവശത്തു നിന്ന് ദേശീയഗാനം ഉറക്കെ പാടി. ദേശീയഗാനമായ ജനഗണമനയും ദേശീയഗീതമായ വന്ദേ മാതരവും ഒരുപോലെ ഓരോ ഭാരതീയനും ആദരണീയമാണ്. എന്നാൽ ഭരണപക്ഷത്തുള്ള LDFും പ്രതിപക്ഷത്തുള്ള BJPയും തങ്ങളുടെ കുറുകിയ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഈ രണ്ട് ഗാനങ്ങളെയും പരസ്പരം പോരടിക്കാനുള്ള ആയുധങ്ങളാക്കി മാറ്റി. ദേശീയ പതാക ഉയർത്തി ഔദ്യോഗികമായി ചടങ്ങ് മുന്നോട്ട് പോയപ്പോൾ പ്രോട്ടോകോൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ട് ഒരേ സമയം വന്ദേ മാതരം ഉറക്കെ പാടാൻ തുടങ്ങിയത് അത്യന്തം ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റമാണ്. जनगणमन अधिनायक जय വന്ദേ മാതരത്തോടുള്ള യഥാർത്ഥ ഭക്തിയേക്കാൾ ഉപരി ചടങ്ങിൽ മനഃപൂർവ്വം ആശയക്കുഴപ്പവും തടസ്സവും സൃഷ്ടിച്ച് മാധ്യമ ശ്രദ്ധ നേടുക മാത്രമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ഒരേ സമയം രണ്ട് പാട്ടുകൾ പാടി ചടങ്ങിനെ കേവലം ബഹളമയമാക്കിയതിലൂടെ ജനഗണമനയോടും വന്ദേ മാതരത്തോടും ഒരുപോലെ അനാദരവാണ് BJP കൗൺസിലർമാർ കാട്ടിയത്. വന്ദേ മാതരം ആലപിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഔദ്യോഗിക ചടങ്ങിന് മുൻപോ ശേഷമോ അത് ചെയ്യാമായിരുന്നു. മറുവശത്ത് കോർപ്പറേഷൻ ഭരിക്കുന്ന LDF നേതൃത്വം കാണിച്ചതും ഒട്ടും കുറഞ്ഞ അവിവേകമല്ല. ഒരു നഗരസഭയെ നയിക്കുന്ന മേയറും സംഘവും കാണിക്കേണ്ട രാഷ്ട്രീയ പക്വത അവിടെ പാടെ തകർന്നു വീണു. മറുഭാഗത്ത് വന്ദേ മാതരം ആരംഭിച്ചപ്പോൾ അതിനെ ഒരു ഭരണാധികാരിയുടെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യുന്നതിന് പകരം മത്സരബുദ്ധിയോടെ ദേശീയഗാനം പാടിത്തീർത്ത് ഉടൻ തന്നെ വേദിയിൽ നിന്നും തിരിഞ്ഞു നടക്കുകയാണ് മേയറും സംഘവും ചെയ്തത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമായ വന്ദേ മാതരത്തോട് ഇത്രമേൽ അസഹിഷ്ണുത കാട്ടേണ്ട കാര്യം LDFന് എന്തായിരുന്നു? വിദ്വേഷ രാഷ്ട്രീയത്തിന് ജനപ്രതിനിധികൾ തന്നെ തിരികൊളുത്തുകയായിരുന്നു ഇവിടെ ആർക്കാണ് യഥാർത്ഥത്തിൽ ദേശസ്നേഹമുള്ളത്? വന്ദേ മാതരം എന്ന പുണ്യമായ വരികളെ കേവലം രാഷ്ട്രീയ പ്രതിഷേധത്തിനുള്ള ഉപകരണമാക്കിയ BJPക്കാണോ? അതോ മാതൃരാജ്യത്തെ വന്ദിക്കുന്ന ഗീതത്തോട് അകൽച്ച കാട്ടി അവിവേകത്തോടെ പെരുമാറിയ LDFനോ? ഇരു വിഭാഗവും തങ്ങളുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടത്തിയ ഈ നാടകം കോഴിക്കോട്ടെ ജനങ്ങളെയും ഭരണഘടനയെയും ഒരുപോലെ അവഹേളിക്കുന്നതാണ്. സ്വാതന്ത്ര്യദിനത്തിന്റെ വിശുദ്ധിയേക്കാൾ സ്വന്തം പാർട്ടികളുടെ ഇടുങ്ങിയ അജണ്ടകൾക്കാണ് ഇവർ മുൻഗണന നൽകിയത്. ദേശീയ ചിഹ്നങ്ങളെയും ഗാനങ്ങളെയും സ്വന്തം രാഷ്ട്രീയ വൈരത്തിന് ഇരയാക്കുന്ന ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഭരണഘടനയും ദേശീയ അഭിമാനവും സംരക്ഷിക്കേണ്ട ജനപ്രതിനിധികൾ ഇത്തരം വില കുറഞ്ഞ നാടകങ്ങളിൽ നിന്ന് പിന്മാറണം.